ഇതേപോലെ നന്നായിട്ട് താളിച്ച് കുടംപുളിയൊക്കെ ഇട്ട് ചെമ്മിക്കറി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുടംപുളി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം പറ്റി വരണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് അതുകൂടി അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായി പോകണ്ട. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ കൈ അടക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. നന്നായിട്ട് ചൂടാക്കി എടുക്കുക, പക്ഷേ തിളച്ച് പോകാൻ പാടില്ല. ഏകദേശം ഒരു 10 മിനിറ്റിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മൂത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ ചെമ്മിക്കറിയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.